ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരി വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. മോളുടെ പേരെന്താ? ഫാത്തിമ ജമീല. ഫാത്തിമ ജമീല, നല്ല അടിപൊളി പേരാണ്. ഈ പേര് ആരാ ഇട്ടത്? എൻ്റെ വല്യുപ്പ. വല്യുപ്പയാണല്ലേ. വല്യുപ്പയുടെ പേരെന്താ? വല്യുപ്പയുടെ പേര് അബ്ദുള്ള. മോള് ഏത് ദ്വീപിൽ നിന്നാ വരുന്നേ? കവരത്തി. കവരത്തി ദ്വീപിൽ നിന്നാണല്ലേ. മോളുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ, ബാപ്പ, ഉമ്മമ്മ ഉണ്ട്, പപ്പ ഉണ്ട്. പക്ഷെ ഉപ്പപ്പ മരിച്ചുമ്പേ. മാമന്മാരൊക്കെ ഉണ്ട്, പിന്നെ മൂത്തോളുണ്ട്, മൂത്തോനൊക്കെ ഉണ്ട്, പിന്നെ ഇവനൊക്കെ ഉണ്ട്. മോളുടെ ഉമ്മയുടെ പേരെന്താ? ഷാമില ബീഗം. ഉപ്പയുടെ പേരെന്താ? ഉപ്പയുടെ പേര് മുഹമ്മദ് നസീമുദ്ദീൻ. ഉപ്പ എന്താ ചെയ്യുന്നത്? ഇന്ത്യൻ ആർമിയിൽ. ആർമിയിലാണോ? അപ്പൊ എവിടെയാണ്? ഇപ്പോൾ ഉപ്പ ഉള്ളത് പഞ്ചാബിലാണ്. പഞ്ചാബിലാണല്ലേ. ഉപ്പയോട് പറഞ്ഞോ ഇമ്മണി വലിയ ലോകത്തില് പരിപാടിയിലേക്ക് വരുന്നത്? ആ, പറഞ്ഞു അല്ലേ. അപ്പൊ ഉപ്പ എന്താ പറഞ്ഞേ? കഥയും പാട്ടുമൊക്കെ നന്നായിട്ട് പറയാൻ പറഞ്ഞു. ആ, അപ്പൊ നന്നായിട്ട് പറയാൻ പറഞ്ഞു അല്ലേ. ആ ആ ഫാത്തിമ കുട്ടി ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്. 1ാം ക്ലാസ്സിലാണല്ലേ. ഏത് സ്കൂളിലാണ്? ഗവൺമെന്റ് JBS ഈസ്റ്റ് സ്കൂൾ. പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പറാണോ? പുതിയ ടീച്ചർമാരെയും കൂട്ടുകാരെയും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ആ. പേരെന്താ? ടീച്ചേഴ്സിന്റെ പേരൊക്കെ അറിയോ? എന്താ പേര്? ഷംന ടീച്ചർ, സൈനബ ടീച്ചർ, ഷാഹിദ ടീച്ചർ. അപ്പൊ ഇത്രയും ടീച്ചർമാരുടെ പേരറിയാലേ. പിന്നെ കൂട്ടുകാരികളുടെ പേരറിയോ? എന്താ? സബ, ഐഷാസുവ, പിന്നെ സഹറ, കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്. കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ. അപ്പോ ഫാത്തിമ കുട്ടി നേരത്തെ എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? നേരത്തെ മർക്കസ് ഇംഗ്ലീഷ് സ്കൂളിൽ. മർക്കസ് ഇംഗ്ലീഷ് സ്കൂളിലാണല്ലേ പഠിച്ചത്. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ സൂപ്പറാണ്. അവിടെയും സൂപ്പറായിരുന്നു. ഇപ്പൊ ഇവിടെയും സൂപ്പറാണല്ലേ. എല്ലായിടവും സൂപ്പറാണോ? ആ. ആ, ഇന്ന് ഇമ്മണി വലിയ ലോകത്തിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്? പാട്ടും കഥയും. പാട്ടും കഥയുമായിട്ടാണല്ലേ. നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ? ആ. പർദീസയിലുണ്ടൊരു മുല്ല, പരിഭാവകനായൊരസർ മുല്ല, പരിശോഭിതമാണ് നബിയുള്ള പാരിൽ പരിശുദ്ധ റസൂലോരെ സ്വല്ലല്ലാഹ്. ലാഹൂത്തിനധിപതി നൂറേ, ലാവണ്യത്തിനൊളിവതറേ, ലാഹൂത്തിനധിപതി നൂറേ, ലാവണ്യത്തിനൊളിവതറേ, ലൗഹിൽ പിറന്നൊരു നായകനെ നബിയെ സുബറേ, ഓകെ ലോകം പാടേണ്ട പുരാണവരേന്നൂറേ, ജിന്നും ജവലി ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ, ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്തു കുരുത്തൊരു പേര് മുഹമ്മദരെ, ജിന്നും ജബലി ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ, ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്തു കുരുത്തൊരു പേര് മുഹമ്മദരെ, ഖുദ്സിന്റെ മിലാരമിലൂടെ മാനമിലേറി പറന്നവരെ, മിറാജിൽ മന്നാനത്ത മുനാജ നടത്തിയതും മജബേ, മുനാജ നടത്തിയതും മജബേ. മാഷാ അല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. ഫാത്തിമയെ വീട്ടിൽ എന്ത് പറഞ്ഞിട്ടാ വിളിക്കുന്നത്? വീട്ടിൽ ജമീല. ജമീല എന്ന് പറഞ്ഞിട്ടാണോ? ആ. വീട്ടിൽ കുറേ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ. ഇളാമ്മയും മുത്തമ്മയും ഒക്കെ, ഉമ്മമ്മയും, അവരുടെയൊക്കെ പേരറിയോ? ആ. ആ, അവരുടെയൊക്കെ പേരെന്താ? ഇളയമ്മയുടെ പേര് ഷംസീറ. ബീബി ഉണ്ട്, ബീബിയുടെ പേര് ഷമീന. ഉമ്മമ്മയുടെ പേര് സാറ. മാമൻ്റെ പേര് അക്മൽ, പിന്നെ നൗഫൽ, പിന്നെ ആറ്റ. അപ്പൊ കുറേ പേരുണ്ടല്ലേ വീട്ടില്. മോള് കളിക്കാനൊക്കെ പോകാറുണ്ടോ? അതെ, ഞാൻ പോവാറുണ്ട്. എന്ത് കളിയാ കളിക്കാറ് നിങ്ങൾ വൈകുന്നേരങ്ങള്? വൈകുന്നേരം ഞങ്ങൾ ചേച്ചിയുടെ കൂടെ സൈക്കിൾ ഓടി കളിക്കും. പിന്നെ ഞങ്ങൾ എൻ്റെ ഇളയവൻ്റെ കൂടെ ഇത്തിരി കളിക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ കുറച്ച് വിളയാട്ട് കൊണ്ട് കളിക്കുന്നു. വൈകുന്നേരങ്ങളിൽ കളിക്കാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ? ആ. പിന്നെ എന്താ ചെയ്യാറ്? പിന്നെ ഞങ്ങൾ ലങ്കടിയൊക്കെ കളിക്കും. ലങ്കടിയൊക്കെ കളിക്കാറുണ്ടല്ലേ. പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നേരത്തെ ഇംഗ്ലീഷ് മർക്കസ് സ്കൂളിലാണല്ലേ പറഞ്ഞത്? അവിടുത്തെ ടീച്ചേഴ്സിന്റെ പേരറിയോ? ആരൊക്കെയാണ്? അക്കീല മാം. കുറച്ച് ടീച്ചറിന്റെ പേരൊക്കെ മറന്നുപോയല്ലേ. മോളിപ്പോ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയോ സ്കൂളില്? ആ. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? നല്ല രസമുണ്ട്. നല്ല രസമുണ്ടല്ലേ ക്ലാസ്സൊക്കെ. എന്തൊക്കെ ആക്ടിവിറ്റികളാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറ്?
ഡാൻസ് ഒക്കെ കളിപ്പിക്കും. പിന്നെ ഞങ്ങളുടെ ഡ്രോയിങ് ഒക്കെ വരപ്പിക്കും. ഡ്രോയിങ് ഒക്കെ വരപ്പിക്കാറുണ്ട് അല്ലേ? മോൾക്ക് ഡ്രോയിങ് ഒക്കെ വരയ്ക്കാൻ ഇഷ്ടമാണോ? അതേ ഇഷ്ടമാണ്. ഇനി ഇമ്മണിബെല്ല ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? കഥ. എന്നാ നമുക്ക് കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു കിളി ഉണ്ടായിരുന്നു. ആ കിളിയുടെ നിറം നീല നിറമാണ്. നീലക്കിളിയാണ്. അപ്പോൾ ആ കിളിക്ക് ഒരിക്കൽ കിളി പറന്നു പോകുമ്പോൾ നീലക്കിളികൾക്കൊക്കെ വിശന്നു. അപ്പോൾ ആ നീലക്കിളികൾ താഴോട്ട് നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ അരികൾ ഇങ്ങനെ വീണിട്ടുണ്ട്. ആ നീലക്കിളി അത് തിന്നാൻ പോയപ്പോൾ നീലക്കിളിയുടെ കാലില് വലകൾ പട്ടു. അപ്പോൾ ആ നീലക്കിളിക്ക് ഒരു വേട്ടക്കാരന്റെ കണ്ടു. അപ്പോൾ അവർ ഓരോരുത്തരായി പറക്കാൻ നോക്കി. അപ്പോൾ ഒരു ബുദ്ധിയുള്ള നീലക്കിളി പറഞ്ഞു, കൂട്ടുകാരെ, നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് പറക്കാം. അപ്പോൾ അവരെല്ലാവരും വലയം കൊണ്ട് ഒരുമിച്ച് പറന്ന് ഒരു എലിയുടെ അരിയത്തിൽ പോയി. എലിയുടെ കൂടെ ചോദിച്ചു, എലിയെ, ഞങ്ങളുടെ ഈ വല ഒന്ന് നിങ്ങൾ പൊട്ടിച്ചു തരുമോന്ന് ചോദിച്ചു. അപ്പോൾ എലി പറഞ്ഞു, ഓക്കെ, ഞാൻ പൊട്ടിക്കാം. അപ്പോൾ എലി ആ വല കടിച്ചു പൊട്ടിച്ചു. അടിപൊളി കഥ ആയിരുന്നു. താങ്ക് യു. കഥയൊക്കെ ആരാ പഠിപ്പിക്കാറ്? ടീച്ചർ. ടീച്ചറാണോ കൂടുതലും കഥയൊക്കെ പറഞ്ഞു തരാറ്? ആ, വല്യമ്മൊന്നും കഥ പറഞ്ഞു തരാറില്ലേ? തരാറുണ്ടല്ലേ. നീ വീട്ടിൽ കൂടുതൽ ഇഷ്ടം ആരെയാണ്? കൂടുതൽ ഇഷ്ടം ഉമ്മയും പാപ്പയും. ഉപ്പയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉപ്പയുടെ വീട്ടില് ഉപ്പയുടെ പെങ്ങളുടെ മക്കളും പിന്നെ എൻ്റെ വല്യുപ്പയും വല്യുമ്മയും. അപ്പൊ ഉപ്പ പഞ്ചാബിലാണല്ലേ? അപ്പൊ നിങ്ങൾ പോയിട്ടുണ്ടോ പഞ്ചാബില്? ഇല്ല, ഉപ്പ അടുത്തത് റിപ്പോർട്ടായിട്ട് ഞങ്ങളുടെ വിളിക്കാൻ വരും. നിങ്ങളപ്പോ പഞ്ചാബിലൊക്കെ പോവോ? ആ. മോളപ്പോ ഇതുവരെ പഞ്ചാബിലൊന്നും പോയിട്ടില്ല അല്ലേ? ഉപ്പാന്റെ അടുത്തൊന്നും പോയിട്ടില്ലേ? ചെറുതായപ്പോ പോയിട്ടുണ്ട്. ഇപ്പൊ പോയിട്ടില്ല അല്ലേ? ഇപ്പൊ പോയിട്ടില്ല. വെക്കേഷൻ സമയത്ത് എങ്ങോട്ടാ പോയത്? വെക്കേഷൻ സമയത്തില് ഞങ്ങൾ എറണാകുളത്തിൽ പോയി. അപ്പൊ ഉപ്പ എറണാകുളത്തിൽ വന്നതാണോ? ആ, ആണല്ലേ. ഞങ്ങളുടെ വല്യുമ്മയും വല്യുപ്പയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വല്യുമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അപ്പോൾ കരയുന്ന ഡോക്ടർ പറഞ്ഞ് വേറെ നാട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ നാട്ടിലൊക്കെ പോയല്ലേ. കൂടുതലും ആരാ ഇങ്ങനെ കഥയും പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറ് മോൾക്ക്? ഉമ്മയാണല്ലേ. പഠിക്കാനൊക്കെ ആരാ സഹായിക്കുന്നത് വീട്ടില്? ഉമ്മ. സ്കൂളിൽ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? സൈനബ ടീച്ചറാണല്ലേ. സൈനബ ടീച്ചറാണോ ക്ലാസ് ടീച്ചർ? അതെ. ആ, പിന്നെ മർക്കസ് സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടിയിരുന്നോ? പാട്ടൊക്കെ പാടുന്നതിൽ ഫസ്റ്റ് കിട്ടിയിരുന്നോ മോൾക്ക്? അതെ. ആ, ഇനി ഇമ്മണിബെല്ല ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? മലയാളം കവിത. കൂട്ടുകാർക്ക് വേണ്ടി ഒരു കവിത ചൊല്ലിയാലോ? പട 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 പറവകൾ പാറി തന 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 തനു ദിന താന കലബില കലബില പറവകൾ പാടി തന 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 തന്തിന താന. നല്ല കവിത ആയിരുന്നു. കവിത ആരാ പഠിപ്പിച്ചു തന്നേ? ടീച്ചർ പഠിപ്പിച്ചു തന്നതാ. ടീച്ചർ പഠിപ്പിച്ചു തന്നാണല്ലേ. വേറെ പാട്ടൊക്കെ അറിയോ മോൾക്ക്? വേറെ ഒരു മാപ്പിളപ്പാട്ട് പാടിയാലോ? ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലായുമിനു അഹദും ബില്ലാ ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാ. ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. പടപ്പുകളെല്ലാം പടികളുമായി എഴുതിത്തീനില്ല. പടപ്പുകളെല്ലാം പടികളുമായി എഴുതിത്തീനില്ല. നബിയുടെ മർഹിലളിഞ്ഞവരെ നിങ്ങൾ തന്നെ ഫിർദൗസ്. നബിയുടെ മർഹിലളിഞ്ഞവരെ നിങ്ങൾ തന്നെ ഫിർദൗസ്. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. അങ്ങേക്കൊരായിരം സമ്മാനമായി
അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. ഈ പാട്ട് എവിടെന്നാ പഠിച്ചിരുന്നത്? ഈ പാട്ട് ഞാൻ മാർക്കസിൽ നിന്ന് പഠിച്ചതാ. മർക്കസിൽ നിന്ന് പഠിച്ച പാട്ടാണല്ലേ? ആ, നല്ല അടിപൊളി പാട്ടായിരുന്നു. ഫാത്തിമ കുട്ടി വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യാറ്? വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് സമയത്ത് കളറൊക്കെ ചെയ്യും, പിന്നെ ഞങ്ങൾ ഡ്രോയിങ് ഒക്കെ വരക്കും. വീട്ടിൽ ഒറ്റ മോളാണോ? ഇല്ല, പിന്നെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ ഇളിയോൻ ഉണ്ട്. ഇളിയോന്റെ പേരെന്താ? ഐതിനാഥം. ഐതിനാഥൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഐതിനാഥം LKG-യിലാണ് പഠിക്കുന്നത്. അപ്പൊ LKG-യിലാണല്ലേ പഠിക്കുന്നത്. സ്വന്തം അനിയനാണോ? ഇല്ല, പിന്നെ ഇളാമ്മ കുഞ്ഞി. പിന്നെ എന്താ ചെയ്യാറ് വീട്ടില്? പിന്നെ ഞങ്ങള് കുറച്ച് ടൈം എൻ്റെ വലിയൊരു 1 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്, മുഹമ്മദ് മെഹൻസാക്ക് എന്ന പേര്. അവരുടെ കൂടെ ഇച്ചിരി കളിക്കും ഞങ്ങള്. പിന്നെ നിങ്ങള് കറങ്ങാനൊക്കെ പോകാറില്ലേ? കറങ്ങാൻ ഇടക്കുന്നു പോകുന്നു. എങ്ങോട്ടാ പോകാറ് കൂടുതലും? കൂടുതലും ഞങ്ങൾ ഹെലിപ്പാഡിലാണ് പോയത്. ഹെലിപ്പാഡിലൊക്കെ പോകും അല്ലേ? പിന്നെ എങ്ങോട്ടാ പോകാറ്? പിന്നെ ഞങ്ങൾ കറുപ്പത്തിലൊക്കെ പോകും. അവിടെ പോയി കടലൊക്കെ കുളിക്കോ? കടൽ ഇടക്കുന്ന കുളിക്കും ഞങ്ങൾ. ഇടക്കിടക്ക് കുളിക്കാറുണ്ട് അല്ലേ? വീട്ടിൽ കൂടുതലായിട്ട് ഇഷ്ടം ആരെയാണ്? ജീജെ. ജിജിയുടെ പേരെന്താ? ജീജിയുടെ പേര് അഫീഫ. അഫീഫ എന്താ ചെയ്യുന്നത്? ജീജി ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ ഫാത്തിമ കുട്ടിയെ നന്നായിട്ട് നോക്കുന്നുണ്ടാവും അല്ലേ? അതെ. ഫാത്തിമ മോളുടെ പാട്ടും കഥയും കവിതയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയ ഇമ്മിണി ബല ലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ? അതെ. ഇനി സ്കൂളിൽ പോയാൽ പറഞ്ഞു കൊടുക്കുമോ ഇങ്ങനെ ആകാശവാണിയിൽ വന്ന് ഇമ്മിണി ബല ലോകത്തിൽ പങ്കെടുത്തതെന്ന്? ഞാൻ കൂട്ടുകാരതൊക്കെ പറഞ്ഞോടും. ഓക്കെ. ഇമ്മിണി ബല ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.